എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും അത്യാവശ്യമുള്ളതും എന്നാൽ പകുതി പേർക്ക് അറിയാത്തതുമായ ഒരു കാര്യത്തെ കുറിച്ചാണ്. ടേം ഇൻഷുറൻസിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇൻഷുറൻസിന്റെ ബേസിക് രൂപമാണ് ടേം ഇൻഷുറൻസ്. അതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഒരു തുക നമ്മൾ വെഹിക്കിളിലേക്ക് ഇൻഷുറൻസ് അടയ്ക്കുമ്പോൾ നമുക്ക് റിട്ടേൺ കിട്ടുന്ന ഒരു തുകയല്ല, പക്ഷെ ചെറിയൊരു പ്രീമിയം കൊണ്ട് നമ്മുടെ ഫുൾ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇൻഷുറൻസ് ആണ് സമ്മർഷയുടെ നമുക്ക് തരിക. അതായത് നമ്മളെ ഡിപ്പെൻഡ് ചെയ്തൊരു ഫാമിലി ഉണ്ടെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോ ഒരു ജോലിക്ക് പോകുന്ന ഒരാളാണ്, നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലി കഴിയുന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് നമ്മൾ എടുക്കേണ്ട ഒരു സംഭവമാണ് ടേം ഇൻഷുറൻസ്. കാരണം അത് തരുന്ന ഒരു പ്രൊട്ടക്ഷൻ. ആകെ നമുക്കൊരു മാസത്തേക്ക് 1000 രൂപ അല്ലെങ്കിൽ 1200 രൂപയായിരിക്കും നമുക്ക് മാക്സിമം ചെലവാകുക. നമുക്ക് തിരിച്ചു കിട്ടുന്ന 1 കോടിയുടെ പരിരക്ഷയാണ്. അത് നമ്മൾ ഏറ്റവും നല്ല കമ്പനി നോക്കി സെലക്ട് ചെയ്ത് അത് തിരിച്ചു കിട്ടുന്ന ഉറപ്പുള്ളത് നമ്മൾ തേർഡ് പാർട്ടിയെ കൊണ്ട് തന്നെ വേണം അത് ചെയ്യിപ്പിക്കാൻ. കാരണം ഇത് ലൈഫ് ഇൻഷുറൻസ് പോലെ അല്ലെങ്കിൽ വേറൊരു ആൾക്ക് കിട്ടുന്നതല്ല, നമ്മുടെ അഭാവത്തിൽ നമ്മുടെ ഫാമിലിക്ക് കിട്ടുന്നതാണ്. അപ്പൊ നമുക്ക് പരിചയമുള്ള ആൾക്കാരുടെ അടുത്ത് അല്ലെങ്കിൽ നമ്മൾ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അന്വേഷിച്ച് അതിനെക്കുറിച്ച് പൂർണ്ണമായിട്ട് നമുക്ക് ഉറപ്പുള്ള സ്ഥലത്ത് മാത്രം ഈ സാധനം പോയി നമ്മൾ മസ്റ്റായിട്ട് എടുത്തിടുക. കാരണം ഇപ്പൊ നമ്മൾ ദൈനംദിനമായ വാർത്തകൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും, പ്രായപരിധി ഭേദമന്യേ എല്ലാവരും ഇപ്പോൾ മരണത്തിന് നമുക്കൊരു റീസൺ ഇല്ല. കാരണം പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ രോഗികൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഇപ്പോൾ ഏതെങ്കിലും കാര്യത്തിന് അഡിക്റ്റ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഏതെങ്കിലും ആക്സിഡന്റ് പറ്റുന്ന ആൾക്കാർ, അങ്ങനെയായിരുന്നു മാത്രം നമ്മൾ മരണത്തെ കുറിച്ച് കേട്ടിരുന്നത്. ഇപ്പൊ അങ്ങനെയല്ല, പെട്ടെന്ന് കുഴഞ്ഞു വീണമായി മരിക്കുക, അത് ജിമ്മിൽ പോകുന്ന ആൾക്കാർ, ഒരു ദുശീലവും ഇല്ലാത്ത ആൾക്കാർ, അതായത് ആരോഗ്യത്തെ പൂർണ്ണമായി ശ്രദ്ധിച്ച് നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ച് ആ ഒരു ഡയറ്റ് കീപ്പ് ചെയ്യുന്ന ആൾക്കാർക്ക് പോലും നമുക്ക് ഒരു പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഇപ്പോഴത്തെ ഒരു മരണങ്ങളെല്ലാം. അപ്പോൾ നമ്മളെല്ലാം നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത ഒരു ഫാമിലി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ അഭാവത്തിൽ ആ ഒരു ഫാമിലിക്ക് ഒരു പ്രശ്നവും ഇല്ലാത്ത രീതിയിൽ ആക്കാനായിട്ട് നമുക്ക് ഏറ്റവും ചെയ്യാൻ പറ്റുന്ന ബേസിക് പ്ലാനാണ് ടേം ഇൻഷുറൻസ്. അതിന് നമുക്ക് റിട്ടേൺ ഒന്നും തിരിച്ച് പ്രതീക്ഷിച്ചിട്ടല്ല, നമ്മളൊരു ചെറിയ തുകയ്ക്ക് വലിയൊരു സെക്യൂരിറ്റി നമ്മുടെ ഫാമിലിയെ മുഴുവൻ വേറൊരു ടീമിനെ ഏൽപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ നിരവധി കമ്പനികൾ അങ്ങനെ ഇൻഷുറൻസുകൾ കിട്ടാനുണ്ട്. അപ്പൊ അത് നമ്മൾ ഓൺലൈൻ വഴി എടുത്താലും അതിന്റെ സർവീസുകൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിക്കൊള്ളുന്നില്ല. കാരണം നമ്മുടെ അഭാവത്തിൽ നിന്ന് നമ്മുടെ ഫാമിലിക്ക് കിട്ടേണ്ട പ്രൊട്ടക്ഷൻ ആണത്. അപ്പൊ അതുകൂടി ശ്രദ്ധിച്ച് ഈ ഒരു ഇൻഫർമേഷൻ എല്ലാവർക്കും പരമാവധി ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളതിനെ സീരിയസ് ആക്കി തന്നെ എടുക്കുക. നമ്മുടെ അഭാവത്തിൽ നമ്മുടെ ഫാമിലിക്ക് ഒരിക്കലും ആ ഒരു റിക്കവർ ആവാൻ പറ്റുന്ന ഒരു സാഹചര്യം എല്ലാം നിലവിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മസ്റ്റായിട്ട് ടേം ഇൻഷുറൻസ് എടുക്കണം. അതിന് മാസത്തേക്ക് 1000 രൂപ നമ്മൾ എന്തായാലും മാറ്റി വെക്കണം. അത് പൂർണ്ണമായിട്ട് ശ്രദ്ധിച്ച് നമുക്ക് ഉറപ്പുള്ള കമ്പനികളിൽ മാത്രം നമ്മൾ ചെയ്യുക. അത് ഏതെങ്കിലും ഏജന്റിന്റെ ഒരു വാക്ക് പുറത്തല്ല, നമ്മളതിനെ കുറിച്ച് പൂർണ്ണമായിട്ട് പഠിക്കുക. നമ്മൾ നല്ല രീതിയിൽ സെലക്ട് ചെയ്യേണ്ട സംഭവമാണ്. നമ്മൾ വെഹിക്കിളിൻ ഒരു ഇൻഷുറൻസ് പോലും നമ്മൾ ശ്രദ്ധിച്ചാണ് എടുക്കുന്നത്. കാരണം ഒരു 20,000 വണ്ടിക്ക് പോലും നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്നുണ്ട്. കോടിക്കണക്കിന് വിലയുള്ള നമ്മുടെ ശരീരത്തിൽ നമ്മൾ മസ്റ്റായിട്ട് ഇൻഷുർഡ് ചെയ്തിരിക്കണം. അത് ഒരു വലിയൊരു ഇൻഫർമേഷൻ ആയിട്ട് എടുക്കുക. എല്ലാവരും ഇതിനെ ഓക്കെ.